ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെടി പോലെയാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കറിയില്ല, അല്ലാതെ വാസികൾ ഇത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ വെട്ടുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വരും. ഇതാണ് കൊടമ്പ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. കൊടപ്പിന്റെ മരമാണ് ഇതിന്റെ ഈ ഭാഗത്ത് ഇവിടെ വെട്ടി ഒരു ഇല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരു 15 മിനിറ്റ് ആകുമ്പോൾ വെള്ളം നിറഞ്ഞ് അത് നമ്മളെടുത്ത് ഇതേ മെത്തേഡിലുള്ള കുന്നിന്റെ പ്രദേശങ്ങളിൽ കഴിഞ്ഞാൽ നമ്മളിതെടുത്ത് വെട്ടി വെള്ളം ഇങ്ങനെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചില്ലി ഇങ്ങനെ ഇവിടെ അടിക്കുമ്പോൾ ഈ ചില്ലി കൂടെ നമ്മൾ റബ്ബറും പാല് വീഴും പോലെ വീഴുന്ന് നേരെ നമ്മളെടുത്ത് നമ്മൾ കുടിക്കും. അത് നമ്മൾ ആ ദാഹത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കൊടപ്പിന്നാണ്. ഇത് ചെറിയ മരം. ഇതൊരു കുഞ്ഞു മരമാണ്. ഇതിന്റെ വലുത് വേറെ ഇതിന്റെ നമ്മളെ ഈ പാറയുടെ ഉയരമുണ്ട്, അത് നമ്മൾ കാണിച്ചു വിടാം. ഇതൊരു കുഞ്ഞു മരമാണ്. ഇതിന്റെ വലുത് ഈ പാറയുടെ അടിയിലുണ്ട്. അതൊരു 50-55 ചുറ്റുവണ്ണം വരുന്ന കൊടപ്പനയാണ്. ഇവിടെ നിന്ന് വരുന്ന നമ്മളെപ്പോലുള്ള ആദിവാസികളും അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവരൊക്കെ വന്ന് ഇങ്ങനെയാണ് വെട്ടുന്നത്. ഇങ്ങനെ വെട്ടി എടുക്കുമ്പോഴൊരു ഇല വയ്ക്കേ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ, നമ്മൾ സാധാരണ ഇത് കണക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചാണ് ഞങ്ങൾ അതിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. ഇതൊരു കുഞ്ഞു മരമാണ്. ഇതിൻ്റെ വലുത് ഒരു 50-55 ചുറ്റുവണ്ണം ഉണ്ട്. അവർ ഇത് കണക്ക് ടൂർ വരുന്നവർ കംപ്ലീറ്റ് പേരും ഈ മരത്തിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നവരുണ്ട്, കുടിക്കാത്തവരും ഉണ്ട്. ഇതാണ് മരം. സാധനം. ഇപ്പോൾ ഈ വെറിയ ആന കൊണ്ട് ശകലം ശോഷിച്ചു പോയെന്നേ ഉള്ളൂ. പക്ഷേ ഇതല്ലായിരുന്നെങ്കിൽ നല്ല മൃദുലമായ രീതിയിലുള്ള ഇലയാണ്. ഇതിൽ ചോറ് വരെ കഴിക്കാം. ഈ അങ്ങനെ ഒരുപാട് വളർത്തില്ല. അല്ല ഒരുപാട് വളരില്ല. അവിടെ മാത്രമേ ഒരു 30-40 ചുറ്റുവണ്ണമുള്ള മരം അവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചേട്ടൻ പറഞ്ഞത് ആ പാറയുടെ അടിഭാഗമാണ് താഴെ. ആ ടോപ്പിന്റെ അടിയിലാണ് ഒരു 30-35 ചുറ്റുവണ്ണം വണ്ണമുള്ളവര്. അത് എല്ലാവർക്കും അറിയില്ല. സാധാരണ എന്നെ പോലുള്ള പഴയ ആൾക്കാർക്ക് മാത്രമേ ഇതിനെ കുറിച്ച് അറിയുള്ളൂ. അവര് കൊണ്ടുവന്ന് ഇത് കണക്ക് കവർ ഇങ്ങനെ കെട്ടി അല്ലെങ്കിൽ ഒരു ചിരട്ട അല്ലെങ്കിൽ ഒരു കുപ്പിയ കൊണ്ട് വെച്ചിട്ട് നമ്മളെ റബ്ബർ വെട്ടുന്ന ചില്ലാണെങ്കിൽ വെച്ചടിച്ചിട്ട് ഇത് കണക്ക് ഒരു വെട്ടി കഴിഞ്ഞാൽ ഇതേന്ന് ഇങ്ങനെ വെള്ളം. ഇപ്പൊ ഈ വെറിയാനെ കൊണ്ടാണ് ശകലം താമസം വരുന്നത്. ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടിയാൽ മതി. അതിന്റെ വെള്ളം കുടിക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റ് ആണ്. വേറെ ഒരു മായവും ഇല്ല. നമ്മുടെ ദാഹം തീരും. അതെ നമ്മളെ ദാഹം ഒരു അമിതമാറ്റം കുടിക്കണമെന്നുമില്ല. ഒരു ഏറിപ്പോയ ഒരു 5 തുള്ളി അത് കുടിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. നമ്മളെ ദാഹം കുന്നെല്ലാം ഓടിക്കയറാം. അതാ പണ്ട് കാലങ്ങളിൽ നമ്മളെ കാട്ടിലൊക്കെ കയറുന്ന ആൾക്കാർ ഇതാണ് കുടിച്ചോണ്ടിരിക്കണം. അതെ കുടിച്ചോണ്ടിരിക്കുന്ന ഇതാണ്. ഇപ്പോഴല്ലേ ഈ പുരോഗമനം മാറി. ഇപ്പൊ ടൂറിസ്റ്റ് വരുന്ന ആളുകളെല്ലാം അറിയത്തില്ല. അതൊന്നും അവരെല്ലാം കുപ്പിയിലാണ് വെള്ളം വാങ്ങിക്കൊണ്ട് വരുന്നത്. കുപ്പിയില് അവരുടെ ഉള്ള മറ്റേ ബക്കറ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഐഡി പോലെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങളെ പോലുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇത് കൊടപ്പനയെന്നാണ്. ഇതൊരു കുഞ്ഞാണ്. ഇതൊരു കുഞ്ഞു കൊടപ്പനയാണ്. ഇതിനെക്കാട്ടും വലിയ കൊടപ്പനയെന്നാണ്. ഈ പറഞ്ഞ രീതിയിൽ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അത് എന്നിട്ട് ഒരു റൗണ്ട് കറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ ഇത് കണക്കൊരു കിറ്റ് നിറച്ച് വെള്ളമായിരിക്കും. അത് നമ്മളൊരു 10-15 എത്ര പേര് വന്നാലും കുടിച്ചാലും ഒരു 10 കുടിച്ചാൽ മതി, ഒരു ദാഹം നിൽക്കും. എന്തായാലും ഈ അറിവ് ഈ തലമുറയുള്ള ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. അതെ ഓക്കെ.